رسول الله وعلى آله وصحبه أجمعين أما بعد. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. السلام عليكم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. رب زدنا علما نافعا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ ബഖറ 13-ാമത്തെ ആയലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിന്നത് അല്ലേ? അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മള് ജനങ്ങളിലുള്ള 3 ഗ്രൂപ്പ് ആളുകളാണ് ഉള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഒന്ന് മുത്തഖീങ്ങളാണ്, രണ്ടാമത്തത് കാഫിരീങ്ങളാണ്, മൂന്നാമത്തത് മുനാഫിഖീങ്ങളാണ്. അപ്പോൾ മുനാഫിഖീങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ പെട്ടു പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിത് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കുറേ സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 11-ാമത്തെ ആയയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ഓക്കെ, അപ്പൊ വൈദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ, വൈദാ ഖീല പറയപ്പെട്ടാൽ, ഖീല പറയുന്നത് എന്താന്ന് വെച്ചാല് പറഞ്ഞ ആളില്ല, ആരും ആവാം. ഖാലു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫായിലുണ്ട്, പറഞ്ഞ ഒരാളുണ്ട്. അപ്പൊ ഖീല പറയുമ്പം എന്തില്ല, പറഞ്ഞ ആളില്ല, പറയപ്പെട്ടാൽ. ഓക്കെ, അപ്പൊ ആർക്ക് വേണമെങ്കിലും ആവാം അതിലെ ഫായില്. അതാണ് വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, നാശമുണ്ടാക്കരുത് എന്ന് അവരോട് പറഞ്ഞ അവരെന്താ പറയാ? കാലൂ. അപ്പൊ അവര് പറയും, അവിടെ ഇപ്പം നമ്മള് അള്ളാഹു ഉപയോഗിച്ചത് കാലൂ എന്നാ. അവർ പറയും, അവിടെ കാലുണ്ട്, പറയുന്ന ആളുണ്ട്. കാലൂ ഇന്നമ, ഞങ്ങൾ മാത്രമാണ്, മുസ്ലിഹൂൻ, നന്മയുണ്ടാക്കുന്നവർ മാത്രമാണ് എന്നാണ് അവർ പറയുക. അപ്പൊ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാല് നമ്മളെ തോട്ടത്തില് കുഴപ്പമുണ്ടാക്കുക, ഭൂമിയിലെ മണ്ണിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതല്ല. അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. ആൾക്കാർ തെറ്റ് ചെയ്യുന്നതിനാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പൊ 3 രീതിയിൽ തെറ്റ് ചെയ്യാം. ഒന്ന്, സ്വന്തത്തോട് തെറ്റ് ചെയ്യാം, നമ്മൾ തന്നെ നമ്മളോട് തെറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെ നമ്മൾ സ്വന്തത്തോട് തെറ്റ് ചെയ്യാം. കുടുംബത്തിൽ തെറ്റ് ചെയ്യാം, കുടുംബത്തിൽ തെറ്റ് സംഭവിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാല് കുടുംബത്തിലുള്ള ആളുകളെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇൽമിന് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ രീതിയിൽ ജീവിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഇല്ലാണ്ടിരിക്കുക. അതാണ് കുടുംബത്തോട് ചെയ്യുന്ന തെറ്റ്. അതുപോലെ തന്നെ സൊസൈറ്റിയോടും എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെ തെറ്റുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരോട് പറയുകയാണ് എന്ത്, നിങ്ങൾ തെറ്റ് ചെയ്യരുത് എന്ന്, ലാ തുഫ്സിദു, നിങ്ങൾ കുഴപ്പം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അവരെന്താ പറയാ? ഇന്നമ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ നന്മ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അവർ പറയുക. ഓക്കെ, അപ്പൊ ഇതില് തജ്വീദിന്റെ നിയമമുള്ളത് തജ്വീദിന്റെ കാലു എന്നുള്ളിടത്തില് വാവിന്റെ മുകളിൽ ഒരു മദ് ഉണ്ടല്ലേ? ഓക്കെ, ഇങ്ങനെയുള്ള മദ് എവിടെ കണ്ടാലും നമുക്ക് അറിയാവുന്നത് എന്താണ്, അത് കൂടുതൽ, 2-ൽ കൂടുതൽ അളവിൽ നീട്ടാനുള്ള മദ്ദാണിത്. ഓക്കെ, ഒരു മദ്ദിന്റെ മുകളില്
ഒന്നുകിൽ അലിഫ് മദ്ദായിരിക്കും, അല്ലെങ്കിൽ വാവ് മദ്ദായിരിക്കും, അല്ലെങ്കിൽ യാ മദ്ദായിരിക്കും. ഏതെങ്കിലും ഒരു മദ്ദിന്റെ മുകളിൽ ഇങ്ങനെയുള്ള ഒരു ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അത് രണ്ടിൽ കൂടുതൽ നീട്ടാനുള്ളതാണെന്ന്. ഓക്കെ, ഇവിടെ തുഫ്സിദു കണ്ടില്ലേ? ഇവിടെ 2 ഹർക്കത്ത് നീട്ടിയാൽ മതി. ഇതാ തുഫ്സിദു. തുഫ്സിദു എന്ന് പറയുമ്പോൾ അവിടെ ദാലിന് വമ്മയുണ്ട്, ഒരു വാവ് മദ് ഉണ്ട്. ഒരു മദ് മാത്രമേ ഉള്ളൂ അവിടെ. തുഫ്സിദു അത് നമ്മള് 2 ഹർക്കയാണ് അവിടെ നീട്ടുക. 2 കൗണ്ടിലാണ് അവിടെ നീട്ടുക. തുഫ്സിദു. പക്ഷെ ഇവിടെ എന്തുണ്ട്? കാലു എന്നുള്ള വാവിന്റെ മുകളിൽ ഒരു അസാധാരണ മദ്ദിന്റെ ചിഹ്നം ഉണ്ട്. പിന്നെ കൂടാതെ എന്താണ്, ഈ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത അക്ഷരം ഹംസയാണ്. ഹംസക്ക് കെസ്റയാണ് അല്ലേ? ഹംസയാണ് ഈ ഈ. അപ്പൊ ഹംസ എന്ന് പറയുന്നത് തൊണ്ടയുടെ അക്ഷരങ്ങളാണ്. അപ്പൊ മദ്ദിന് ശേഷം തൊണ്ടയുടെ അക്ഷരങ്ങള്, അല്ലെങ്കിൽ തൊണ്ടയുടെ അല്ല, ഹംസ മാത്രം, ഹംസക്കാണ് ആ റൂൾ ഉള്ളത്. ഹംസ വന്നു കഴിഞ്ഞാൽ മദ് മദ് മുൻഫസിൽ. മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാല് ഹംസ വേറെ വാക്കിലും മദ് വേറെ വാക്കിലാണുള്ളത്. വാവും മദ്ദും ഒക്കെ കാലു എന്നുള്ളതിലും ഹംസ ഉള്ളത് ഇന്നമ എന്നുള്ളതിലാണുള്ളത്. അപ്പൊ ഹംസ വേറെ വാക്കിലാണ്, മദ് വേറെ വാക്കിൽ. രണ്ടും ഒരു വാക്കിലാണെങ്കിൽ 4 കൗണ്ട് തന്നെയാണ്. പക്ഷെ അവിടെ പേര് പറയാ മദ് മുത്തസിൽ എന്നാണ്. നിർബന്ധമായിട്ട് നീട്ടേണ്ടിയ മദ്ദാണ്. ഇത് ഓപ്ഷനിലാണ്. രണ്ടും 2 വാക്കിലാകുന്ന സമയത്ത് ഓപ്ഷനിലാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഓപ്ഷൻ ഉണ്ട്. നീട്ടുക, നീട്ടാതിരിക്കുക ചെയ്യുക. സാധാരണ എല്ലാവരും നീട്ടിയിട്ടാണ് അതിനെ പാരായണം ചെയ്യുക കേട്ടോ. ആലൂ 4 ഹർക്കത്ത്, വാവിനെ 4 ഹർക്കത്ത് നീട്ടുക. ആലൂ ആലൂ ഇന്നമ ഇന്നമ. അപ്പൊ ഇവിടെ നൂനിന് എന്തുണ്ട്? ശ്രദ്ധയുണ്ട്. അപ്പൊ നൂനിനും മീമിനും ശ്രദ്ധ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? മണിക്കുക. നൂനിനും മീമിനും ശ്രദ്ധ ഉണ്ടായാല് നമ്മൾ എന്ത് ചെയ്യുക? 2 കൗണ്ട് മണിച്ചിട്ടാണ് അതിനെ പാരായണം ചെയ്യേണ്ടത്. ഇന്നമ 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 നഹ്നു മുസ്ലിഹൂൻ. മുസ്ലിഹൂന എന്നാണുള്ളത്. അപ്പൊ ഫത്തഹ കണ്ടു കഴിഞ്ഞാല് സുക്കൂൻ ഇട്ടിട്ടാണ് ഫത്തേനെ പുൽസ്റ്റോപ്പിടുക. സുക്കൂനിലാണ് പുൽസ്റ്റോപ്പിടുക. പുൽസ്റ്റോപ്പിടുന്ന സമയത്ത് ഇവിടെ വാവ് മദ്ദുണ്ട്. വാവ് മദ് ഉണ്ടെങ്കിൽ എന്ത് മദ്ദായാലും എന്താണ്? 2, 4, 6 കൗണ്ട് നീട്ടിയിട്ട് നമുക്ക് പാരായണം ചെയ്യാം. ഓക്കെ, 2 മതി. 4 വേണേ 4 നീട്ടാം, 6 ആണെങ്കിൽ 6 ഓപ്ഷനിലാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. ഇവിടെ തജ്വീദിന്റെ നിയമമുള്ളത് ഒരു മദ് മുൻഫസിലാണ്. അൽ മദ്ദുൽ മുൻഫസിൽ 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക. ഓപ്ഷനിലാണ്. നൂനിൻ ശ്രദ്ധയുണ്ട്, മണിക്കുക. മുസ്ലിഹ് എന്നുള്ളത് നൂനിന് സുക്കൂൻ ഇട്ടിട്ട് നിർത്താം. ഓക്കെ, ഈ 12ാമത്തെ ആയ അലാ അലാ ഇന്നഹും ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ. ഹുമുൽ മുഫ്സിദൂൻ വലാകിൻ ലാ യശ്ഉറൂൻ. ഇപ്പൊ അള്ളാഹു പറയാണ്, അല്ല, അവര് പറഞ്ഞല്ലോ അവരോട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോ അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ ഭൂമിയിൽ നന്മ ഉണ്ടാക്കുകയാണ്, മുസ്ലിഹീങ്ങളാണെന്ന്, അല്ലെങ്കിൽ നമ്മള് നന്മ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നാ അവർ പറയുന്നത്. ഇസ്ലാഹ് ആണ് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് അവർ പറയുന്നത്. പക്ഷെ അള്ളാഹു എന്താ പറയുന്നത്? അതിനുള്ള മറുപടി അള്ളാഹു ആണ് പറയുന്നത് ഇല്ലേ? ഓക്കെ, അള്ളാഹു ആണ് പറയുന്നത്. എന്ത്? 3 തരം പിന്നെ തൗക്കീദ് അല്ലെങ്കിൽ ഉറപ്പിച്ചാണ് പറയുന്നത്. അലാ, അല്ല, അല്ലേ അല്ല. അലാ ഇന്നഹും തീർച്ചയായും അവർ. ഇന്ന എന്ന് പറഞ്ഞാല് തീർച്ചയായും. ഹും അവർ. ഇന്നഹും ഒന്നും കൂടി പറഞ്ഞു, ഹും. ഓക്കെ, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ. അള്ളാഹു ഉറപ്പിച്ച് പറയാണെന്ത്? അല്ല, അവര് ഇസ്ലാഹ് അല്ല ഉണ്ടാക്കുന്നത്. അവരെന്താ ഉണ്ടാക്കുന്നത്? അവര് മുഫ്സിദീങ്ങൾ തന്നെയാണ്, നാശമുണ്ടാക്കുന്നവർ തന്നെയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഉറപ്പിച്ച് പറയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്
മുഅ്മിനീങ്ങളെ കൊണ്ട് അല്ലെ അള്ളാഹു പിന്നെ എന്താണ് മുഅ്മിനീങ്ങളെ ഒപ്പോസ് ചെയ്യാണല്ലോ ചെയ്യുന്നത് അല്ലെ. നാശം ഉണ്ടാക്കുകയും ചെയ്തിട്ട് എന്താ പറയുന്നത്? ഇസ്ലാഹ് ഉണ്ടാക്കുക എന്നാ പറയുന്നത്. അപ്പൊ അതിനുള്ള മറുപടി ആര് പറഞ്ഞോളും? അള്ളാഹു പറഞ്ഞോളും. നമ്മളിത് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ കാര്യത്തിലുള്ള മറുപടി അള്ളാഹു തന്നെ പറഞ്ഞോളും. അതാണ് അതിന്റെ ഒരു തജ്വീദിന്റെ നിയമം എന്താന്ന് വെച്ചാല് ലാമിന്റെ മുകളില് ഇത് ലാമും അലിഫും കൂടിയാണ്. ഒരു ലാമും ഒരു അലിഫുമാണ്. അലിഫിന്റെ മുകളിൽ എന്തുണ്ട്? സാധാരണ മദ്ദിന്റെ അസാധാരണ മദ്ദിന്റെ ഒരു ചിഹ്നം ഉണ്ട്. ഓക്കെ, ലാമിനൊരു മദ്, അതിന്റെ മുകളിൽ ഒരു അസാധാരണ മദ്ദിന്റെ ചിഹ്നം ഉണ്ട്. അതാണത് അലാ. അത് കഴിഞ്ഞിട്ടുള്ളത് ഹംസയാണ്. ഇപ്പൊ നേരത്തെ അതേ നിയമം തന്നെയാണ്. അൽ മദ്ദുൽ മുൻഫസിൽ. മദ് മുൻഫസിലാണ്. 4 കൗണ്ട് എന്ത് ചെയ്യാം? ഓപ്ഷനിലാണ്. ഇവിടെ 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യാം. ലാമിനെ നീട്ടുക. ലാമിന്റെ മദ്ദാണ്. ലാമിനാണ് മദ്ദുള്ളത്. അപ്പൊ മദ്ദിനെയാണ് നമ്മൾ നീട്ടേണ്ടത്. അപ്പൊ ഈ നീട്ടാനുള്ള അസാധാരണ മദ് ഉണ്ടാവണമെങ്കിൽ ഒരു സാധാരണ മദ് നിർബന്ധം കേട്ടോ. ഒരു സാധാരണ മദ് ഉണ്ടെങ്കിലേ ഉള്ളൂ അസാധാരണ മദ് ഉണ്ടാകുക. ഒന്നുകിൽ ഒരു അലിഫ് മദ്ദായിരിക്കണം, അല്ലെങ്കിൽ ഒരു വാവ് മദ്ദായിരിക്കണം, അല്ലെ ഒരു യാ മദ്ദായിരിക്കണം. ഇതില്ലാതെ വെറുതെ ഫത്തയാണെങ്കിൽ അവിടെ എന്തുണ്ടാവൂല? പിന്നെ നീട്ടാനുണ്ടാവൂല. ഓക്കെ, ഫത്തയ്ക്ക് ശേഷം ഒരു മദ്ദുണ്ട്. ലാമിന് ഫത്തയുണ്ട്, അത് കഴിഞ്ഞിട്ടൊരു മദ്ദുണ്ട്. അതുകൊണ്ടാണ് ഹംസ വന്നപ്പോ എന്തായത്? നമ്മള് 4 കൗണ്ട് നീട്ടിയത്. ഇപ്പൊ 4 കൗണ്ട് നീട്ടിയിട്ടാണ് ഇവിടെ പാരായണം ചെയ്യുക. ഓപ്ഷനിലാണ്, നിർബന്ധമല്ല. ഇനിയിപ്പോ നമ്മളോട് നീട്ടാൻ മറന്നു പോയാലോ നീട്ടിയിട്ടില്ലെങ്കിലോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയാൻ പറ്റൂല. മിസ്റ്റേക്ക് വരുന്നത് ഒരേ വാക്കില് വരുന്ന സമയത്താണ് നിർബന്ധമായിട്ടുള്ള നീട്ടൽ വേണ്ടിയത്. ഓക്കെ, അപ്പൊ ഇന്നഹും. ഇവിടെ നൂനിന് എന്തുണ്ട്? ശ്രദ്ധ ഉണ്ട്. 2 കൗണ്ട്. ഇന്നഹും 2 കൗണ്ട് മണിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യുക. ഹുമുൽ മുഫ്സിദൂൻ. ഇന്നഹും ഹുമുൽ മുഫ്സിദ്. ഈ ഹും ശരിക്കും ഹും തന്നെയാണ് ഇവിടെ. ഇതും ഹുമ്മാണ്. ഇത് ഹുമു ആയതെന്താന്ന് വെച്ചാൽ ഈ ഹുമ്മിന്റെ തൊട്ട് ശേഷം മീമിന് തൊട്ട് ശേഷം വന്നിരിക്കുന്നത് ലാമാണ്. ലാമിന് സുക്കൂനാണ് വന്നത്. അപ്പൊ 2 സുക്കൂൻ അടുത്തടുത്ത് വരൂല. ഹുമ്മിന്റെ സുക്കൂനും ലാമിന് സുക്കൂന്, അങ്ങനെ 2 സുക്കൂനുകള് അടുത്തടുത്ത് അറബിയിൽ വരൂല. അപ്പൊ ഒരു സുക്കൂനെ നമ്മൾ മാറ്റും. അവിടെയാണ് എന്ത് വന്നത്? ഹുമുൽ. അതുകൊണ്ടാണ് അവിടെ ഹുമുൽ മുഫ്സിദൂൻ. ഇപ്പൊ നമ്മള് നീട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നുണ്ടെങ്കിൽ മുഫ്സിദൂൻ, അല്ലെങ്കിൽ മുഫ്സിദൂന. വലാകില്ല യഷ്കുറൂൻ. അപ്പൊ ഇവിടെ എന്തുണ്ട്? കാഫ് കഴിഞ്ഞിട്ട് ഒരു നൂനുണ്ട്. നൂനിന് സുക്കൂന്റെ ചിഹ്നം ഇല്ലാത്തൊരു നൂനുണ്ട്. അപ്പൊ അത് സാക്കിന നൂനോ തൻവീനോ എവിടെ വന്നാലും എന്താണ് റൂൾ? എന്താണ്? ഇദ്ഗാമാണ്. സാക്കിനായ ലാം അല്ലെ, സാക്കിന നൂനിനോ തൻവീനോ ശേഷം ലാം വന്നാൽ. അപ്പൊ സാക്കിന നൂനോ തൻവീനോ ഉണ്ടെങ്കിൽ നിയമം ഉണ്ടാവും, ഉറപ്പാണ്. തജ്വീദിന്റെ ഒരു നിയമം ഉറപ്പായിട്ടുണ്ടാവും. ഏതൊക്കെ കേസില്? സാക്കിന നൂനോ തൻവീനോ എവിടെ കണ്ടാലും തജ്വീദിന്റെ ഒരു നിയമം ഉണ്ടാവും. അപ്പൊ നിയമം നിശ്ചയിക്കുന്നത് എന്ത് നോക്കിയിട്ടാണ്? അത് കഴിഞ്ഞിട്ടുള്ള ലെറ്ററിനെ നോക്കിയിട്ടാണ്. ഇവിടെ താക്കിന നൂന് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ലാമാണ്. അപ്പൊ ഈ നൂനിനെ ലാമിലേക്ക് മിക്സ് ചെയ്യുക. നൂനിനെ ലാമിലേക്ക് മിക്സ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഈ ലാമിന് ശ്രദ്ധ വന്നത്. ഓക്കെ, ലാമിന് ശ്രദ്ധ വരാൻ കാരണം ആ നൂന് ഇങ്ങോട്ട് മിക്സ് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ കാഫിന് കെസ്റട്ട് ലാമിലോട്ട് വരും. നൂനിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യൂല. അപ്പൊ ഇവിടെ ഇദാമാണ്. ഇദാം ബിലാ തന്നെയാണ്, മണിക്കാതെയുള്ള ഇദാമാണ്. അപ്പൊ നമ്മള് കാഫിന് കെസ്റട്ടിട്ട് നേരെ എങ്ങോട്ട് വരും? ലാമിലോട്ട് വരും. ഓക്കെ, അപ്പൊ വലാകില്ല. നൂനിനെ അവിടെ നമ്മളൊന്നും കൊടുക്കുന്നില്ല. കില്ല, വലാകില്ല. ലാമിന് ശ്രദ്ധ ഇട്ടിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുക. വലാകില്ല യശ്ഉറൂൻ. അപ്പൊ ഷീനിന് സുക്കൂന് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഒരു ലെറ്ററിന് സുക്കൂന് വന്നു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സ്വഭാവങ്ങളും അവിടെ പ്രകടമാവും.
ഓക്കെ. ഹർക്കത്ത് വരുന്ന സമയത്ത് ഫതഹ കിസ്റ ദമ്മ വരുന്ന സമയത്ത് അതിനാണ് ഇമ്പോർട്ടന്റ്. ഫതഹ കിസ്റ ദമ്മയ്ക്കാണ് ഇമ്പോർട്ടന്റ്. കുറച്ച് സ്വഭാവങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്യും. ബട്ട് സ്വഭാവങ്ങൾ മുഴുവനായിട്ടും പ്രകടമാകുന്നത് സുക്കൂൻ ഇടുന്ന കേസിലാണ്. ഇവിടെ ഷീനിന് സുക്കൂൻ ഇട്ട അപ്പൊ ഷീനിന്റെ സ്വഭാവങ്ങൾ നമ്മൾ നോക്കുക എന്തൊക്കെയാണെന്ന്. ഷീനിന്റെ സ്വഭാവം, ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എന്താണെന്ന് വെച്ചാൽ കാറ്റ് വരും. ഓക്കെ. എയർ ഫ്ലോ ഉള്ള ഒരു ലെറ്ററാണ്, എയർ ഒഴുകുന്ന ഒരു ലെറ്ററാണ്. അതുകൊണ്ട് തന്നെ അതിനെന്തൊരു കാറ്റുണ്ടാവും. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് വായക്കൂടി കാറ്റ് പുറത്തേക്ക് വരും. ഓക്കെ. പിന്നെ രണ്ടാമത്തേത് റഹോയുടെ ലെറ്ററാണ്, റഹോവ. റഹോവ എന്ന് പറഞ്ഞാല് സൗണ്ട് ഫ്ലോ ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാല് അതിന്റെ മഹ്റജിൽ നമ്മൾ കുറച്ച് സമയം ഉണ്ടാവും, പെട്ടെന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് പോകില്ല. നെക്സ്റ്റ് ലെറ്റർ പറയുന്നത് വരെ നമ്മൾ അതിന്റെ മഹ്റജിലുണ്ടാവും. തൊട്ടടുത്ത ലെറ്ററിലോട്ട് വരും, ഒഴുകി വരിക ചെയ്യുക, അതുകൊണ്ട് നിർത്തിയിട്ട് പോരൂല. യശ്ഉറൂൻ, 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 അങ്ങനെ. അപ്പൊ അതാണ് 12ാമത്തെ ആയ. പിന്നെ ഉള്ളത് 13ാമത്തത് കുറച്ചൊരു വലിയ ആയാണ്. പിന്നെ അള്ളാഹു തുടർന്ന് പറയാണ്, ഇതൊക്കെ പറയുന്നത് ആരെ പറ്റിയാണ്? മുനാഫിഖീങ്ങളെ പറ്റിയാണ് കേട്ടോ, കപടവിശ്വാസികളെ പറ്റിയാണ്. ഉള്ളിലൊന്നും പുറത്തൊന്നും, ഉള്ളിലുള്ള കാര്യമല്ല പുറത്ത് പറയുക. ഓക്കെ. ഉള്ളിൽ അവിശ്വാസം ഒളിപ്പിച്ച് പുറത്ത് വിശ്വാസികളായിട്ട് അഭിനയിച്ച് നടക്കുന്ന ആൾക്കാരാണ് കപടവിശ്വാസികൾ. അപ്പൊ അതുകൊണ്ടാണ് അവരൊക്കെ കുറെ തെളിവ് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ മനസ്സിലാവൂല. ഓക്കെ. അപ്പൊ നമ്മളിത് നോക്കേണ്ടത് ബാക്കിയുള്ളവര് മുനാഫിഖാണോ എന്നല്ല, നമ്മൾ നോക്കേണ്ടത് നമ്മൾ അതിൽ പെട്ടുപോകുമോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ 13ാമത്തെ ആയ വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ആമിനു, നിങ്ങൾ വിശ്വസിക്കൂ. എങ്ങനെ? കമാ ആമനന്നാസു, മനുഷ്യര് ആളുകള് വിശ്വസിച്ചതുപോലെ, ജനങ്ങള് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറഞ്ഞ അവരെന്താ പറയാ? ആലൂ, അവര് പറയും അനുമിനു, ഞങ്ങൾ വിശ്വസിക്കുകയോ. ആ ഒരു ചോദ്യ രൂപത്തിലുള്ള ഒരു ആയാണ് ആണോ. അനുമിനു, ഞങ്ങൾ വിശ്വസിക്കുകയോ. ഏതുപോലെ? കമാ കമാ ആമനസ്സുഫഹാ, കമാ ആമനസ്സുഫഹാ. സുഫഹ എന്ന് പറഞ്ഞാൽ വിഡ്ഢികള് വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയാണോ എന്ന് അവർ ചോദിക്കുക. അപ്പൊ അവരോട് വിശ്വസിക്കോ എന്ന് പറഞ്ഞാല്, ജനങ്ങൾ വിശ്വസിക്കുന്ന പോലെ നിങ്ങൾ വിശ്വസിക്കണോ എന്ന് പറഞ്ഞാല് അവരെന്ത് പറയും? ആ വിഡ്ഢികള് വിശ്വസിക്കുന്നത് പോലെ ഞങ്ങളും വിശ്വസിക്കണോ എന്നാണ് അവർ ചോദിക്കുക. എന്നിട്ട് അള്ളാഹു അതിന്റെ മറുപടി പറയാണ്, എന്ത്? അല്ല, ഇന്നഹും, അവർ തന്നെയാണ്, തീർച്ചയായും അവർ തന്നെയാണ്, എന്ത്? ഹുമുസ്സുഫഹാ, അവരാണ് വിഡ്ഢികൾ. വലാകില്ലായലമൂൻ, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? അവരറിയുന്നില്ല ഒരു വിഡ്ഢികളാണോ എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പൊ ഇവിടെയും ഉറപ്പിച്ച് പറയാണ്, അലാ ഇന്നഹും ഹുമുസ്സുഫഹാ. ഓക്കെ. അവർ തന്നെയാണ്, എന്ത്? അള്ളാഹു ഉറപ്പിച്ച് പറയാണ്, അവർ തന്നെയാണ് വിഡ്ഢികൾ. ഓക്കെ. ഇവിടെ തജ്വീദിന്റെ ഇവിടുത്തെ വിശദീകരണം എന്താന്ന് വെച്ചാല്, ഈ മുനാഫിഖുകൾക്ക്, നിങ്ങൾ വിശദീകരണങ്ങൾ കുറെ കേട്ടതായിരിക്കും അല്ലെ. മുനാഫിഖീങ്ങൾക്ക് എന്ത് ചെയ്യൂല, എന്ത് പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് അത് ഗുണം ചെയ്യൂല. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താല് അവർക്ക് മനസ്സിലാവില്ല, അവർക്കത് ഗുണം ചെയ്യൂല. പിന്നെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അവരെ പറ്റി തന്നെ ഒരു വലിയ ആൾക്കാർ, ഒരു മികവ്, അവർക്കൊരു മികവ് അവരിങ്ങനെ വിചാരിക്കും. നമ്മള് മുന്തിയ ആൾക്കാരാണ്, നമ്മൾ വലിയ ആൾക്കാരാണ് എന്ന് അവർ വിചാരിക്കും. അതുകൊണ്ടാണ് അവരെന്ത് പറഞ്ഞത്? ഈ വിഡ്ഢികൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുക എന്ന് ചോദിച്ചത് എന്താണ്? അവരെ പറ്റി തന്നെ അല്ലേ, അവർക്ക് വലിയ ബുദ്ധിമാന്മാരാണ് എന്നാണ് ഒരു അസ്യൂം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരാരായിരിക്കും? അവര് മുനാഫിഖീങ്ങളായിരിക്കും. നമുക്ക് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ആരുടെ സ്വഭാവമാണ്? മുനാഫിഖീങ്ങളെ സ്വഭാവമാണ്. മറ്റുള്ളവരേക്കാൾ
ഞാൻ മികവുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭയപ്പെടുക. ഓക്കെ. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈമാനുള്ളവർക്ക് എതിരെ എന്ത് വന്നാലും അള്ളാഹു അതിന് പ്രതിരോധിക്കും. ഓക്കെ. ഇവിടെ ഈ സുഫഹ എന്നിവർ പറഞ്ഞത് ഖുറൈശികളിൽപ്പെട്ട സ്വഹാബിമാരെ പറ്റിയാണ് പറഞ്ഞത് അല്ലെ. റസൂലിന്റെ കൂടെ ഉള്ള സ്വഹാബിമാരെ പറ്റിയാണ് അവർ പറയുന്നത് വിഡ്ഢികളാണെന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അവര് മുഅ്മിനീങ്ങളാണ്, ഈമാനുള്ളവരാണ്. അവരെന്ത് ചെയ്ത്? അള്ളാഹു പ്രൊട്ടക്ട് ചെയ്ത്. അള്ളാഹു ആണ് അതിന് മറുപടി പറയുന്നത് അല്ലെ. അള്ളാഹു തന്നെ മറുപടി. അതേപോലെ തന്നെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഓക്കെ മുഅ്മിനീങ്ങൾക്കെതിരെ, നമ്മൾക്ക് നല്ല ഈമാൻ ഉണ്ടെങ്കിൽ നമുക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ അള്ളാഹു അങ്ങനെ മനസ്സിലങ്ങനെ ഈമാനുള്ള ആളുകൾക്ക് അങ്ങനെ ഫീൽ ഉണ്ടായിട്ടുണ്ടാവും. ആളുകൾ നമ്മളെ എങ്ങനെയെങ്കിലും തകർക്കാൻ നോക്കിയാൽ നമുക്ക് എന്തുണ്ടാവും? അള്ളാഹു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. നമ്മളെ തകർക്കാൻ കഴിയില്ല അവർക്ക്. അപ്പൊ നമ്മള് എന്ത് ചെയ്യുക? നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് നല്ല ഈമാനോട് കൂടി അള്ളാഹു പറയുന്ന കാര്യങ്ങൾ മാക്സിമം പാലിച്ചുകൊണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞതൊക്കെ ചെയ്യാതെയും, ചെയ്യാൻ പറയുന്നത് കഴിയുന്നത്രയും. ഇപ്പൊ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. എന്നാലും നമ്മൾ ആഗ്രഹിക്കുക തന്നെയും വേണം. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങള് ആഗ്രഹിച്ച് പറ്റുന്ന അത്രയും ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് എന്തുണ്ട്? നമുക്കൊരു പ്രതിരോധം ഉണ്ടാവും. അള്ളാഹു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. എല്ലാ അവസരത്തിലും നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ. അപ്പൊ ഒരാള് അള്ളാഹുവിനെ ഭയപ്പെട്ടാല് അയാളെല്ലാവരും ഭയപ്പെടും. അള്ളാഹുവിനെ ഒരാൾ ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ആളുകൾക്ക് അയാളെ ഭയമായിരിക്കും. ഇനി അല്ല, നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല എങ്കിലോ നമ്മൾ പിന്നെ എല്ലാത്തിനെയും നമുക്കെല്ലാം പേടിയായിരിക്കും. എല്ലാത്തിനെയും നമ്മൾ ഭയപ്പെട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. ഇതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ. ഇനി ഇതിലുള്ള തജ്വീദിന്റെ നിയമങ്ങള് ഇവിടെയും ഖീല എന്നാണ് പറഞ്ഞത്. ഖീല. അപ്പം പറയപ്പെട്ടാൽ, പറഞ്ഞ ആളെ പറയുന്നില്ല, പറയപ്പെട്ട ആർക്ക് വേണമെങ്കിലും അത് പറയാം. വൈദാ ഖീല, ദഅവത്ത് നടത്തുന്ന ആൾക്കാർക്ക് പറയാം, ആവാം, ആരും ആവാം. വൈദാ ഖീല ലഹും, തജ്വീദിന്റെ നിയമമൊന്നുമില്ല. ആമിനു, ആമിനോട് ഒരു സാധാരണ മദ്ദാണ്. ഓക്കെ. ആമിനു കമ, ഈ കമ എന്നുള്ളതില് മീമിന്റെ മദ്ദിന് മുകളിൽ ഒന്നുണ്ട്, ഒരു അസാധാരണ മദ്ദിന്റെ ചിഹ്നം ഉണ്ട് അവിടെ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ട്? ഹംസയുണ്ട്. അപ്പൊ മദ്ദിന് ശേഷം ഹംസ വന്നാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 4 കൗണ്ട്. ഓപ്ഷണലായിട്ട് 4 കൗണ്ട് നീട്ടാം. നിർബന്ധമല്ല, നീട്ടിയാൽ നല്ലതാണ്. ഓക്കെ. അപ്പൊ കമാ ആമനന്നാസു, അവിടെ നൂനിന് എന്തുണ്ട്? ശബ്ദ ഉണ്ട്. നൂനിന് ശബ്ദ 2 കൗണ്ട് മാനിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യാം. അന്നാസു, ഒരു മദ്ദും ഉണ്ട് ഇവിടെ, ഒരു മദ്ദുണ്ട്. അന്നാസു, അന്നാസു കാലൂ. ഇവിടെയും കാലു വാവിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു മദ്ദുണ്ട്, മദ്ദിന്റെ ചിഹ്നമുണ്ട്. അപ്പോൾ അതിന്റെ കാരണം തൊട്ടടുത്ത് വന്ന ഹംസയാണ്. ഹംസ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 4 കൗണ്ട് നീട്ടിയിട്ട്, ആ വാവിനെ 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. കാലൂ. ഇപ്പൊ മദ്ദിന്റെ പേര് മദ് മുൻഫസിൽ. മദ് മുൻഫസിൽ. ഓക്കെ. കാലൂ അനുമിനു കമാ, ഇവിടെയുണ്ട്. മീമിന്റെ മുകളിൽ ഒരു മദ്ദുണ്ട്, കഴിഞ്ഞിട്ട് ഹംസ ഉണ്ട്. അവിടെ എന്ത് ചെയ്യുക? 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. ആമന സുഫഹ. ഇവിടെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഈ സുഫഹ ഇല്ലേ, ഇതിന്റെ അകത്ത് ഹാക്ക് മദ്ദുണ്ട് അല്ലേ. ഹാ മദ്ദുണ്ട്, മദ്ദിന്റെ മുകളിൽ ഒരു അസാധാരണ മദ്ദിന്റെ ചിഹ്നമുണ്ട്, ഹംസ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരു വാക്കാ. ഇതൊക്കെ ഒരു വാക്കിലാണുള്ളത്. സുഫഹ എന്നുള്ള ഒരു വാക്കിലാണ് ഇത് വന്നത്, മദ്ദും ഹംസയും വന്നത്. അപ്പൊ ഇവിടെ നിർബന്ധമായിട്ട് നീട്ടണം. ഇവിടെ ഹായ നീട്ടിയിട്ടില്ലെങ്കിൽ മിസ്റ്റേക്ക് ആണ്. ഓക്കെ. 4 കൗണ്ട് നീട്ടിയിട്ടാണ് ഈ ഹായ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഹായ 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ ഈ മദ്ദിന്റെ പേര് മദ് മുത്തസിൽ എന്നാ. മുത്തസിൽ, മദ്
അൽ മദ്ദുൽ മുത്തസിൽ എന്ന് പറഞ്ഞാൽ നിർബന്ധമായി നീട്ടേണ്ട മദ്. ഓക്കെ, അപ്പൊ ഈ ഹായ നമ്മൾ 4 കൗണ്ട് നീട്ടിയിട്ട് തന്നെ പാരായണം ചെയ്യണം. ഓക്കെ, അസ്സുഫഹാഉ, അസ്സുഫഹാഉ. ഓക്കെ, അല, ഇവിടെയും എന്തുണ്ട്, ലാമിന്റെ മുകളിലൊരു മദ്ദിന്റെ അടയാളമുണ്ട്, ചിഹ്നമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹംസ വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക. അൽ മദ്ദുൽ മുൻഫസിലാണിത്. പിന്നെ ഇവിടെ നൂനുണ്ട്. ഈ നൂനിന് എന്താണ്, നൂനിന് നമുക്കറിയാം 2 കൗണ്ട് മണിക്കുക. നൂനിന് ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ മീമിന് ശ്രദ്ധ ഉണ്ടായെങ്കിലും 2 കൗണ്ട് മണിച്ചിട്ടാണ് നമ്മളിത് പ്രൊനൗൺസ് ചെയ്യുക. ഇന്നഹും, ഇന്നഹും ഹുമുസ് സുഫഹ, അവിടെയും സുഫഹ, സുഫാവിന്റെ ഹാ ഇവിടെയും എന്താണ് 4 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിയിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. വലാക്കില്ല, അവിടെ നൂനുണ്ട്. നൂനിന് ശേഷം എന്ത് വന്നു, ലാമു വന്നു. ഓക്കെ, സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ലാമു വന്നാൽ ഇദാമാണ്. ഇദാം ബില ഉന്ന, മണിക്കാതെ ലയിപ്പിക്കുക, മണിക്കാതെ ലയിപ്പിക്കുക. അപ്പൊ നൂനിനെ നമ്മൾ നേരത്തെ കണ്ടതാണ്, നൂനിനെ ലാമിലേക്ക് ലയിപ്പിച്ചിട്ട് കീ കഴിഞ്ഞിട്ട് കാഫിന് കെസ്റന്ന് നമ്മൾ ലാമിലോട്ട് വരും. കില്ല, വലാക്കില്ല യഅലമൂൻ, വലാക്കില്ല യഅലമൂൻ. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുക. ഇനി ഇവിടെ ഒരു പിന്നെ ഹംസയുടെ മുകളിൽ ഒരു സംഭവം കണ്ടോ, ഹംസയുടെ മുകളില് കണ്ടില്ലേ, ആപ്പ് ലാമെല്ലാം കൂടി ഇലി എന്ന് പറഞ്ഞാല് ഇത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാം. അടയാളങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാല് പിന്നെ ഈ ആയത്തിന്റെ അർത്ഥങ്ങൾ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ക്ലിയറാ മുറിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അർത്ഥങ്ങൾ മുറിയുകയും അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് നമ്മളിലേക്ക് എത്താതെ വരികയൊക്കെ ചെയ്യും. അപ്പൊ നമ്മള് അടയാളങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യാൻ പാടില്ല, നിർത്താൻ പാടില്ല. നമുക്ക് ശ്വാസം മുട്ടിയാല് നമുക്ക് അവിടെ നിർത്താം, എന്നിട്ട് നമ്മള് ബാക്കിൽ നിന്ന് ഇപ്പൊ പിന്നെ ഇവിടെ നമുക്ക് ശ്വാസം മുട്ടിപ്പോയി നിൽക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇവിടുന്ന് എടുത്തിട്ട് ഓതണം. ഇവിടെ ശ്വാസം മുട്ടി ആമന ആമൻ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് നിർത്തിപ്പോയി, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നിർത്താം. എന്നിട്ട് പക്ഷെ എന്ത് ചെയ്യണം, ഇതിങ്ങനെ എടുത്തിട്ട് പിന്നെ ഇവിടുന്ന് ഇതിനെടുത്ത് ഓതണം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുന്ന് എടുത്തോ, ഇങ്ങനെയെങ്കിലും കൂടുതൽ ശ്വാസം കിട്ടിയെങ്കിൽ ഒന്നും കൂടി ബാക്കിൽ നിന്ന് എടുത്ത് ഓതുന്നത് നല്ലതാണ്. ഓക്കെ, പക്ഷെ ഇങ്ങനെയുള്ളൊരു അലാമത്തുകൾ കുറെ ഉണ്ട്, കുറെ അലാമത്തുകളുണ്ട് നിർത്താൻ പറ്റുന്നത്. അതില് ലാമ് കണ്ടാ നിർത്താൻ പാടില്ല കേട്ടോ, ലാമ് കണ്ടാ നിർത്തരുത്, നിർബന്ധമായിട്ട് നിർത്താൻ പാടില്ല. ലാമ് കണ്ടെടുത്ത് നിർത്തിയാല് മിസ്റ്റേക്ക് ആണ്. പക്ഷെ വഖഫിന്റെ സ്ഥലത്തില്ലേ, മെയിൻ വഖഫ് ഉണ്ടാവുമല്ലോ, അപ്പൊ നമ്മൾ ഒരായ കഴിഞ്ഞിട്ടുള്ള വഖഫില്ലേ, അവിടെ ലാമ് കണ്ടാല് നിർത്തുന്നതിന് പ്രശ്നമല്ല. അവിടെ നിന്ന് ലാം ഉണ്ടാകാൻ നിർത്തുന്നതിന് പ്രശ്നമല്ല. പിന്നെ വേറൊരു മീമുണ്ട്, ഇങ്ങനെ ഉള്ള ഒരു മീം കാണാം, 2 തരം മീം ഉണ്ടാവും. ഇങ്ങനെയുള്ള മീമാണെങ്കിൽ അത് ഇഖ്ലാബിന്റെ മീമാണ്, തജ്വീദ് ഫോളോ ചെയ്യാനുള്ള ഒരു മീമാണ്. ഇങ്ങനെയുള്ള മീം ഉണ്ടാവും, ഇങ്ങനെയുള്ള മീം ഉണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ നിർബന്ധമായിട്ട് നിർത്തണം എന്നാണ്. ഉത്സവപ്പെടും കണ്ടിന്യൂ ചെയ്താല് അതിന്റെ മീനിങ് മാറിപ്പോകുന്ന ഒരു മീമാണത്. അങ്ങനെ 2 എണ്ണാണ്, 2 നിർബന്ധ പിന്നെ അലാമത്തുകളാണുള്ളത്. ബാക്കിയുള്ളത് ഈ അലാമത്തുകളിൽ ചിലത് നിർത്തുന്നത് നല്ലതാണ്, ചിലത് കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അർത്ഥങ്ങളിലും വലിയ മാറ്റമൊന്നും വരൂല. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നിർത്താം, കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ നിർത്തിയും പാരായണം ചെയ്യുക, നിർത്തിയിട്ട് ഇത് എടുത്ത് ഓതണമെന്നില്ല, അല അല ഓതിയാൽ മതി. ഓക്കെ, ഇനി തജ്വീദിന്റെ നിയമങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുക. ഓക്കെ, ഈ 14-ാമത്തെ ആയ ആയതിൽ അള്ളാഹു പറയുന്നത് എന്താണെന്ന് വെച്ചാല് വ ഇദ
ഇദാ ലഖുല്ലദീന ആമനു. ലഖു എന്ന് പറഞ്ഞാൽ അവർ കണ്ടുമുട്ടുക. ഇതാന്ന് പറഞ്ഞാൽ സന്ദർഭം. ഇത് മൂന്ന് സംഭവമാണ്. വാവ് വേറെയാണ്, ഇതാ വേറെയാണ്, ലഖു. ഓക്കെ, ഇതാ ലഖു. ഓക്കെ, ഇതാന്ന് പറഞ്ഞാൽ സന്ദർഭം, വാവ് ആൻഡ് അവര് കണ്ടുമുട്ടിയാൽ. ലഖു എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക. ലഖു അല്ലദീന ആമനു, അവര് മുഅ്മിനീങ്ങളെ കണ്ടുമുട്ടിയാൽ അവരെന്ത് പറയും? ഖാലൂ, അവർ പറയും, എന്ത് പറയും? ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും. ഖാലൂ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും. പിന്നെയോ വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം, അവര് അവരുടെ ശൈത്താന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത്, അല്ലെ അവരുടെ കൂട്ടാളികളുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവരെന്താ പറയും? ഖാലൂ, അവർ പറയും ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളപ്പുറം തന്നെയാണ്, ഇവരെ കൂടെ തന്നെയാണെന്ന് പറയും. നിങ്ങളെ കൂടെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ എന്താന്ന് മറ്റവരോട് പറഞ്ഞല്ലോ, ആമന്നാന്ന് പറഞ്ഞല്ലോ. അപ്പൊ പറഞ്ഞത് എന്താണെന്നാ? ഇന്നമാ നഹ്നു മുസ്തസിഊൻ, ഞങ്ങൾ എന്ത് ചെയ്തതാണ്? അവരെ കളിയാക്കിയതാണ്, പരിഹസിച്ചതാണ്. ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെയാ പരിഹസിച്ചത്? മുഅ്മിനീങ്ങളെയാണ് അവര് പരിഹസിച്ചത്. ഓക്കെ, അപ്പോ കപടവിശ്വാസികളെ സ്വഭാവത്തിൽ ഒന്നാണ് എന്ത്? ആരെ കൂടെയാണോ ഉള്ളത് ഓരിലേക്ക് ചായുക. നമ്മൾ ആരെ കൂടെയാണോ, ഏതൊരു കമ്പനിയിലാണോ ഉള്ളത്, നമ്മൾ അവർക്കനുസരിച്ച് നമ്മളെ സ്വഭാവം മാറ്റുക. അതാണ് അവർ ചെയ്യുന്നത്, അല്ലെ? മുഅ്മിനീങ്ങളെ എടുത്തപ്പോ അവരെന്ത് പറഞ്ഞു? ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയും. അല്ലാതെ അവരുടെ കൂട്ടാളികളുടെ അടുത്ത് എത്തിയപ്പോ അവരെന്ത് പറഞ്ഞു? ശൈത്താന്മാരുടെ അടുത്ത് എത്തിയപ്പോ അവരെന്ത് പറഞ്ഞു? ഞങ്ങൾ നിങ്ങളെപ്പുറം തന്നെയാണ്, ഞങ്ങൾ കളിയാക്കിയതാണ്, അവരെ കളിയാക്കിയതാണെന്ന് പറഞ്ഞു. ഓക്കെ, മുസ്തസീൻ. ഇവിടെ ഷയാത്തീൻ എന്ന് പറഞ്ഞാൽ സഫന എന്ന് പറഞ്ഞാല് വിദൂരമാക്കുക, അല്ലെങ്കിൽ ഈ നന്മയിൽ നിന്നും ഒരുപാട് ദൂരം പോകുന്നതിനാണ് എന്ത് പറയുക? ശഫന. അപ്പൊ ഷയാത്തീൻ എന്ന് പറഞ്ഞാല്, പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല്, ഈ ശൈത്താന്മാരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ രഹസ്യമായിട്ടാണ് ചെയ്യാൻ പറ്റും. പരസ്യമായിട്ട് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. അതാണ് അതിനുള്ള ഒരു വ്യത്യാസം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും കാണുന്നത് നമ്മൾ ഇഷ്ടമല്ല, നമുക്ക് കാണാണ്ട് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ പ്രവൃത്തി എന്താണ്? ശയാത്തീനുകളുടെ പ്രവൃത്തിയാണ്, ശൈത്താന്റെ പ്രവൃത്തിയാണ്. ശയാത്തീൻ എന്ന് പറഞ്ഞാൽ അവിടെ ബഹുവചനായിട്ടാണ് പറഞ്ഞത്, പ്ലൂരലായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, പാരായണത്തിന്റെ നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ലഖു, ലഖു എന്ന് പറഞ്ഞ ഇവിടെ ഒരു വാവുണ്ട്, അല്ലേ? ഒരു വാവുണ്ട്, വാവ് മന്തുണ്ട്. പക്ഷെ ഈ വാവ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യൂലോ. നമ്മളെങ്ങനെയാ പറയാ? ലഖുല്ലതി, ഇങ്ങനല്ലേ പറയാ? ലഖുല്ലതി, എല്ലാവരും അങ്ങനല്ലേ പ്രൊനൗൺസ് ചെയ്യല്? അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഈ മദ്ദിന് ശേഷം ഹംസത്തുൽ വസിൽ വന്നിട്ടുണ്ട്. ഇവിടെ കാണുന്നുണ്ടാവും ഹംസത്തുൽ വസിൽ. ഹംസയുടെ മുകളിലൊരു സാദിന്റെ തലയുള്ള ഹംസക്കാണ് എന്ത് പറയാ? ഹംസത്തുൽ വസിൽ എന്ന് പറയുന്നത്. അപ്പൊ ഹംസത്തുൽ വസിലിന്റെ ഒരു റൂളാണ്, ഹംസത്തുൽ വസിലിന്റെ മുന്നേയുള്ള മദ്ദിനെ നീട്ടൂല. എത്ര വലിയ മദ്ദായാലും അത് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യൂല. ഹംസത്തുൽ വസിലിന്റെ തൊട്ട് മുന്നിലുള്ള, അല്ലെങ്കിൽ ഒരു മദ്ദിന് ശേഷം ഹംസത്തുൽ വസിൽ വന്നാൽ ആ മദ്ദിനെ പ്രൊനൗൺസ് ചെയ്യല. നമ്മൾ ലഖൂ പറയൂലല്ലോ. ലഖൂ പറയൂല, നമുക്ക് പറയാനും കഴിയൂല. പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് കണ്ടിന്യൂഷൻ കിട്ടൂല. നമ്മളെങ്ങനെയാ പറയാ? ലഖുല്ലദീന, ലഖു. ഖാഫിന് വമ്മയിൽ നിന്ന് ലാമിന്റെ ശബ്ദയിലോട്ട് ഇങ്ങ് പോരും നമ്മള്. ഖാഫിന്റെ വമ്മയിൽ നിന്ന് ലാമിലോട്ടാ വരിക. അതിന്റെ ഇടക്ക് കാണുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊനൗൺസ് ചെയ്യൂല. ഓക്കെ, ലഖുല്ലദീന ആമനു, ലഖുല്ലദീന ആമനു. ഓക്കെ, ഇവിടെ കണ്ടില്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ? കണ്ടില്ലേ എല്ലായിടത്തും? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതൊന്നും പ്രൊനൗൺസ് ചെയ്യൂല കേട്ടോ. ഇതിനെ സ്വിഫർ എന്നാ പറയുക. സ്വിഫർ വട്ടപൂജ്യങ്ങളാണ്. ഇതെന്ത് ചെയ്യൂല? ഇതിനെ പ്രൊനൗൺസ് ചെയ്യൂല. ഓക്കെ, ഇത് പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ വാവില്ലേ, വാവ് പണ്ടുള്ള ഖുർആനുകളിൽ മുസാഫുകളിൽ എന്തില്ല അർക്കത്തുണ്ടാവൂല. അപ്പൊ നമുക്ക് ഈ വാവിനെ അവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു അക്ഷരമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ആയി പോവാം, അല്ലേ? വാവിനെ കണ്ടു കഴിഞ്ഞാൽ നൂനും ഭാവിനും ഒന്നിനും
പിന്നെ എന്തില്ല ഹർക്കത്തില്ലെങ്കിൽ നമുക്കത് പിന്നെ മദ്ദാണോ എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പൊ അത് മദ്ദാണ് എന്നുള്ളത് പിന്നെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ചിഹ്നമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അല്ലാഹു അലം. ഓക്കെ, അതാണ് ഇത്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യൂല കേട്ടോ, എവിടെ കണ്ടാലും. ശരിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് ഓർമ്മയില്ല, സുക്കൂന്റെ ചിഹ്നം എങ്ങനെയാ വരിക. സുക്കൂനിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഹാന്റെ തലയാണ്. ഹ എന്നുള്ള ലെറ്ററിന്റെ തലയാണ് എന്ത് സുക്കൂൻ. നിങ്ങൾ നോക്കിയാൽ ഖുർആനിൽ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. സുക്കൂൻ എന്ന് പറയുന്നത് നമ്മൾ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ഒക്കെ ഒരു റൗണ്ട് ആയിട്ട് തോന്നിയെങ്കിലും അത് റൗണ്ട് അല്ല, അത് ഹായുടെ തലയാണ്. ഇതാണ് സുക്കൂൻ. ഓക്കെ, ഇതിന് 0 എന്നതിന് പറയാം, അത് സുക്കൂനല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യല, നമ്മള് പ്രൊനൗൺസ് ചെയ്യല. ഓക്കെ, ചില സ്ഥലങ്ങളിൽ ഇതിന് ചെറിയ ഒരു ഇങ്ങനത്തെ ഉണ്ടാവും, കുറച്ചും കൂടി ഇങ്ങനെ മേലോട്ടുള്ള വട്ടം ഉണ്ടാവും. അത് നിർത്തുന്ന സമയത്ത് നമ്മൾ ഒരു അർക്കത്ത് ഒരു കൗണ്ട് നീട്ടി നിർത്താനുള്ളൊരു സംഭവമാണ് അത്. ഇത് മാത്രം. പക്ഷെ ഇതിനെ എവിടെയും പ്രൊനൗൺസ് ചെയ്യൂല, വെറും 0 എവിടെയും നമ്മൾ പ്രൊനൗൺസ് ചെയ്യൂല. ക്ലിയർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ 2 കാര്യം നമ്മൾ പഠിച്ച്. ഒന്ന്, ഹംസത്തുൽ വസിലിന്റെ മദ്. ഹംസത്തുൽ വസിലിന് ശേഷം മദ് വന്നാൽ മദ്ദിനെ പ്രൊനൗൺസ് ചെയ്യൂല. ലഖുല്ലദീന ആമനു ഖാലു. ഇവിടെ എന്തുണ്ട്, മദ് മുത്തസിലുണ്ട്, അല്ല മുൻഫസിലുണ്ട്. 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യാം. ഖാലു കഴിഞ്ഞിട്ട് വാവിന്റെ മുകളിലൊരു മദ്ദിന്റെ ചിഹ്നം ഉണ്ട്, അവിടെ കഴിഞ്ഞിട്ട് ഹംസയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക. നൂനിനെ മണിക്കുക, ഒരു കൗണ്ട് നീട്ടുക. ആമന്ന ആമന്ന. ഓക്കെ, ഇതാ ഹലോ. ഹലോ എന്ന് പറഞ്ഞാൽ ഒഴിവാകുക എന്ന് പറഞ്ഞാല് മുഅ്മിനീങ്ങളിൽ നിന്ന് ഒഴിവായിട്ട് ആരുടെ അടുത്തേക്ക് പോയവര്, ശയാത്വീനുകളുടെ അടുത്തേക്ക് പോയി. ഇതാ ഹലോ. ഇവിടെ തജ്വീദിന്റെ നിയമങ്ങളൊന്നുമില്ല. ഇവിടെ ഈ ഹംസ വന്നത് കൊണ്ട് നീട്ടണ്ട, കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മദ്ദില്ല. ഹലോ, വാവ് ലെറ്റർ ആണ്. ഇവിടെ വാവ് ഒരു ലെറ്റർ ആണ്, ഹലോ. ഓക്കെ, ഇലാ ശയാത്വീനിഹിം ഖാലൂ. ഇവിടെ വാവിനെ നീട്ടും, വാവിന്റെ മുകളിൽ എന്തുണ്ട്, മദ്ദുണ്ട്. ഖാലൂ ഇന്ന. നൂനിനെ ഇവിടെ 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യും. ഇന്ന മഅക്കും. 4 കൗണ്ട് മദ് മുൻഫസിലാണ്. വാവ് മദ്ദിന് ശേഷം ഹംസ വന്ന് മദ് മുത്തസിലാണ്. ഖാലു ഇന്ന മഅക്കും. ഇന്നമാ. നൂനിനെ മണിക്കുക. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. നമ്മൾ നേരത്തെ ഷീനിനെ കൊണ്ട് പറഞ്ഞ മാതിരി തന്നെ നന്നായിട്ട് കാറ്റ് പുറത്ത് വരുന്നതായിട്ടാണ് സീന്. മുസ്തഹ്സിഊൻ. ഹായും മുസ്തഹ്സിഊൻ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. അപ്പൊ അവരെന്ത് ചെയ്തു, അവര് പറഞ്ഞല്ലോ അല്ലേ, ഞങ്ങൾ പരിഹസിക്കാണ്, ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണ്. അപ്പൊ അതിന് അള്ളാഹു മറുപടി പറയുന്നുണ്ട്. അതാണ് അള്ളാഹുവിന്റെ മറുപടിയാണ്. അള്ളാഹു യസ്തഹ്സിഉ ബിഹിം. അള്ളാഹു എന്ത് ചെയ്തു, അള്ളാഹു യസ്തഹ്സിഉ പരിഹസിച്ചു, അവരെ പരിഹസിക്കുന്നു അല്ലെ. യാന്ന് പറഞ്ഞാല് കണ്ടിന്യൂഷൻ ആണ്, ചെയ്ത് കഴിഞ്ഞ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിനാണ് അവിടെ ഫ്രണ്ടിലൊരു യാ വരുന്നത്. യസ്തഹ്സിഉ ബിഹിം, അവരെ പരിഹസിക്കുന്നു അല്ലെങ്കിൽ പരിഹസിക്കും. ബിഹിം വയമുദ്ദുഹും. എന്നിട്ട് അവരേക്ക് നീട്ടിയിട്ട് കൊടുക്കുകയും ചെയ്യും. എന്തിനു വേണ്ടി, ഫീ തുഗ്യാനിഹിം, അവരുടെ അതിര് കവിച്ചല് അല്ലെങ്കിൽ അവരുടെ ധിക്കാരത്തില് അവർക്ക് നീട്ടിയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ കൂടുതൽ എന്ത് ചെയ്യും, സൗകര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കും. ഇപ്പൊ നമ്മളൊരു തിന്മ ചെയ്താല്
അതിന് അത് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനാണ് എന്നിട്ട് നമ്മൾ അതിലിങ്ങനെ മുഴുകി നിൽക്കുക ചെയ്യുക, മുഴുക്കിയിടും. നമ്മൾ എങ്ങനെയാണോ അതിലാണ് അള്ളാഹു നമ്മളെ മുഴുകി ഇടിക്കുക. തുഗ്യാനിഹിം യഅമഹൂൻ, അവര് അതിൽ തന്നെ ഇങ്ങനെ മുഴുകി അന്തം വിട്ട് നിൽക്കും, അലഞ്ഞു നടക്കും. അപ്പൊ ഇവിടെ ഉള്ളൊരു പാഠം എന്താന്ന് വെച്ചാല് പിന്നെ നീട്ടിയിട്ടെടുക്കാന്ന് പറഞ്ഞാല് രണ്ട് തരത്തിലുള്ള, ഇപ്പൊ നമുക്ക് സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ അള്ളാഹു നൽകൂലേ, രണ്ട് രീതിയിൽ തരും. അത് ഒന്ന് നമുക്കുള്ള നിയാമത്തായിട്ട് തരും, ഒരു നിയാമത്ത് പോലെ നമുക്കത് കിട്ടും. അല്ലെങ്കിൽ നമുക്കൊരു പണിഷ്മെന്റ് പോലെ കിട്ടും. അപ്പൊ നമുക്ക് ഈ കിട്ടുന്നത് നിയാമത്താണോ പണിഷ്മെന്റ് ആണോ എന്നുള്ളത് നമ്മളെ മനസ്സിലോട്ട് നോക്കി നമുക്ക് മനസ്സിലാവും. നമുക്ക് നല്ല പ്രവൃത്തി, അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അതിലാണ് മുഴുകിക്കൊണ്ടിരിക്കുന്നത്, അള്ളാഹു പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അല്ലെ? എല്ലാവർക്കും മനസ്സിലാവും. മനസ്സിലൊരു കുത്തലുണ്ടാവും, മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാവും. ഈ തെറ്റുകൾ ചെയ്യുന്നവർക്ക് തെറ്റാന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ മനസ്സിലാകുകയും ചെയ്ത് നമുക്ക് കൂടുതൽ സൗകര്യം കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു പണിഷ്മെന്റിന് തരികയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി അല്ല, നമ്മൾ നല്ല രീതിക്കാണ് അള്ളാഹുവിന്റെ തൃപ്തിക്കാണ് നിൽക്കുന്നത്, അതിലൂടെ നമുക്ക് നല്ല നിയമത്തും ബർക്കത്തും കിട്ടിയാൽ അതെന്താണ്? അത് ശരിക്കുള്ള നിയമത്താണ്, അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് തരികയാണ്. അപ്പൊ അവിടെ അതാണ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ എന്തിന് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്ക് നോക്കിയാല് നമ്മളെ മനസ്സിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇവിടെ പാരായണത്തിലുള്ളത് നിങ്ങൾ കണ്ട അള്ളാഹു, അള്ളാഹു എന്നുള്ള സ്റ്റാർട്ടിങ്ങില് തുടക്കത്തിലുള്ളത് ഒരു ഹംസത്തുൽ വസിലാണ്. ഹംസത്തുൽ വസിലാണ് തുടക്കത്തിലുള്ളത്. അള്ളാഹു നിങ്ങൾ ഖുർആനിൽ നോക്കിയാൽ മനസ്സിലാവും. ഒരു ആയ സ്റ്റാർട്ടിങ് ആണത്. 15-ാമത്തെ ആയ സ്റ്റാർട്ടിങ്ങിലുള്ളത് ഹംസത്തുൽ വസിൽ കൊണ്ടാണ് ആയ തുടങ്ങിയത്. ഓക്കെ അല്ലേ? അള്ളാഹു. അപ്പൊ ഇവിടെ ഒരു വാക്ക് കൊണ്ട് ഹംസത്തുൽ വസിൽ തുടങ്ങിയാൽ, ഹംസത്തുൽ വസിൽ കൊണ്ട് ഒരു വാക്ക് തുടങ്ങിയാല് അതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. നമ്മൾ നേരത്തെ വാക്കുകൾക്കിടയിൽ വന്നപ്പോ നമ്മൾ ചെയ്തില്ലല്ലോ. തൊട്ട് മുന്നേത്തെ ആയല് ഒരു വാവ് മദ്ദിന് ശേഷം ഹംസത്തുൽ വസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ നമ്മൾ അവിടെ പ്രൊനൗൺസ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് വാക്കുകളുടെ ഇടയിലായിരുന്നു അത്, രണ്ട് വാക്കിന്റെ ഇടയിലായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ പ്രൊനൗൺസ് ചെയ്യൂല. ഒരു വാക്കിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്, ഒരു വാക്കിന്റെ അല്ല ഒരു ആയയുടെ സ്റ്റാർട്ടിങ് അല്ലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ആയെന്നാണെങ്കിൽ, ഹംസത്തുൽ വസിലാണോ നമ്മൾ തുടങ്ങുന്നതെങ്കിൽ ആ ഹംസത്തുൽ വസിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യണം. അപ്പൊ അതിന് ഇവിടെ ഫത്ത ആയാലും കെസ്ര ആയാലും മൊമ്മ ആയാലും ഒക്കെ ഈ ഒരു കോലത്തിലായി സാധനത്തിനെ കാണുക. ഹംസത്തുൽ വസിലിന് ഫത്ത ഉണ്ടോ കെസ്ര ഉണ്ടോ ലമ്മ ഉണ്ടോ എന്നൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ ഇതിനെ കാണുള്ളൂ എല്ലായിടത്തിലും. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂറ ഫാത്തിഹ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. സൂറ ഫാത്തിഹയില് എല്ലാ സ്റ്റാർട്ടിങ്ങിലും ആയുടെ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയാൽ അവിടെയൊക്കെ ഹംസത്തുൽ വസിൽ ഉണ്ടാവും. ഓക്കെ, അതെല്ലാം നമ്മൾ ഫത്ത ഇട്ടിട്ടല്ലല്ലോ പ്രൊനൗൺസ് ചെയ്യാം. ചില സ്ഥലത്ത് കിസ്ര ഇടും, വേറെ സൂറകളിൽ ലമ്മുള്ള കേസൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിങ്ങനെ കാണുള്ളൂ, ഇതിനെങ്ങനെ കാണുള്ളൂ. നമ്മളായിട്ടാണ് ഇത് ചെയ്യുന്നത്, ഇതിന് ഹർക്കത്ത് കൊടുക്കുന്നത്. നമ്മൾ റൂള് പ്രകാരമാണ് ഇതിനെ ഹർക്ക കൊടുക്കുക. ഇവിടെ ഹംസത്തുൽ വസിലിന് ശേഷം ലാമാണെങ്കിൽ ഇതിന് ഫത്തയാണ് കൊടുക്കുക. എവിടെ ഹംസത്തുൽ വസിലിന് ശേഷം ലാമ് വന്നോ, ലാം സുക്കൂനായിരിക്കും, അത് ലാമ് വന്നോ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഹംസത്തുൽ വസിലിന് ഫത്തയ കൊടുക്കും. അതുകൊണ്ട് അവിടെ നമ്മൾ അള്ളാഹു അള്ളാഹു എന്ന് പറയാൻ കാരണം ഹംസത്തുൽ വസിലിന് നമ്മളവിടെ ഫത്തയ ഇട്ടിട്ടാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അതതിൻ്റെ ഒരു റൂളാണത്. ഓക്കെ, അല്ലാത്ത കേസ് വരുന്ന സമയത്ത് കെസ്രയുടെ കേസ് വരും നമുക്ക്, ആ സമയത്ത് നമ്മൾ അത് പറയൂ കേട്ടോ. ഇപ്പൊ നമ്മള് ഇങ്ങനെ ലാമാണ്, ഹംസത്തുൽ വസിലിന് ശേഷം ലാമാണ് വന്നതെങ്കിൽ ഏത് കേസിലും അതിനെ ഫത്തയാണ് ഇടുക. ഹംസത്തുൽ വസിലിന് ഫത്തയായിരിക്കും. ആണ് അതിന് വരിക. അള്ളാഹു 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 ഹെവിയാണ്, ലാമ് ഹെവി ആകുന്ന ഏക കേസാണ് അള്ളാഹു എന്നുള്ള
വാക്കിലുള്ള ലാമ്. ഓക്കെ, അപ്പൊ ഹെവി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാം. അല്ലാഹു, അല്ലാഹു യസ്തഹ്സിഉ, യസ്തഹ്സിഉ. ഓക്കെ, അവിടെ തജ്വീദിന്റെ നിയമങ്ങളൊന്നുമില്ല. സീനിനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. യസ്തഹ്സിഉ ബിഹിം, ബിഹിം വയമുദ്ദുഹും. അപ്പൊ ശ്രദ്ധ വന്നാല് അതിന്റെ അർത്ഥം 2 ലെറ്റർ ആണ്. ദാലിന് ശ്രദ്ധ വന്നിട്ട് 2 ലെറ്റർ ആണ്. ദു, ദു, യമുദ്ദു, യമുദ്ദുഹും, യമുദ്ദുഹും ഫീ തുഗ്യാനിഹിം. ഈ ഫീ ഇവിടെ വന്നതിനോണ്ടാണ് ഇവിടെ കിസ്ര വന്നത്. തുഗ്യാനി, ഫീ വന്നത് കൊണ്ടാണ് തുഗ്യാനി വന്നത്. ഫീയെ പറയുന്നത് ഹർഫ് ജറ്. പിന്നെ ഗ്രാമറിലുള്ള റൂളാണ്. ഫീ ഹർഫ് ജറാണ്. ഫീക്ക് ശേഷം വരുന്ന ഇസ്മിനെ അത് കെസ്രയിലോട്ട് മാറ്റും. തുഗ്യാനിഹിം, ഇവിടെ കെസ്ര ആയത് കൊണ്ടാണ് ഹിം വന്നത്. ശരിക്കും ഇത് ഹുമാണ്. അവർ, ഹും, ഹും എന്ന് പറഞ്ഞാല് അവർ എന്നർത്ഥം. ഓക്കെ, ഹും. അപ്പൊ ഇവിടെ മാറി ഹിം ആയത്. മീനിങ് അത് തന്നെയാണ്. പ്രൊനൗൺസിയേഷനിലുള്ള മാത്രമുള്ളൊരു റൈറ്റിങ്ങിലുള്ള മാത്രൊരു റൂളാണത്. തുഗ്യാനിഹിം, അർത്ഥത്തിൽ ചേഞ്ച് ഇല്ല. തുഗ്യാനിഹിം, അവരുടെ അതിരുകവിച്ചിലിൽ. യമഹൂൻ. ഓക്കെ, ഇതൊന്നും തജ്വീദിന്റെ റൂളുകൾ വേറെ ഒന്നുമില്ല. ഓക്കെ, അടുത്തായ ഉലായിക്ക, ഉലായിക്ക അല്ലേ? ഇവിടെ ഈ വാവ് പ്രൊനൗൺസ് ചെയ്യൂല കേട്ടോ. ഇതിന്റെ ഇടക്കുള്ള ഒരു വാവില്ലേ, ഹംസക്ക് വമ്മ കഴിഞ്ഞിട്ടൊരു വാവ് കിടക്കണ്ടല്ലോ അവിടെ. ആ വാവിന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യൂല. ഓക്കെ, അത് നേരത്തെ നമ്മൾ പറഞ്ഞ അൽഫിന്റെ മാതിരിയുള്ള ഒരു സംഭവമാണ്. അവിടെ പ്രൊനൗൺസ് ചെയ്യൂല. ഊ ആണെന്നുള്ളത്, വമ്മ ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാവാണത്. അതിനെ പ്രൊനൗൺസ് ചെയ്യൂല. പിന്നെ ഇവിടെ കണ്ടില്ലേ, ലാമിന്റെ മുകളിൽ ഒരു ചെറിയ അലിഫ് കണ്ടില്ലേ? ചെറിയൊരു അലിഫിനെ കണ്ടില്ലേ? ലാമിന്റെ മുകളിൽ ഒരു കുഞ്ഞി അലിഫുണ്ട്. ഓക്കെ, ഈ അലിഫിനെ പറയുന്ന, അലിഫിനെ മാത്രം പറയാം അലിഫ് സഗീറ എന്നാ പറയുക. അലിഫ് സഗീറ, കുഞ്ഞി അലിഫ്, ചെറിയ അലിഫ്. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, വലിയ അലിഫുണ്ട്, ചെറിയ അലിഫുണ്ട്. മദ് രണ്ടും മദ്ദാണ്. ഇത് മദ്ദാണ്, അലിഫ് മദ്ദാണ്. ഇത് അലിഫ് മദ്ദാണ്. ഇത് വലിയ അലിഫാണ്. ഇതിന് അലിഫ് മദ് എന്നേ പറയുള്ളൂ. ഇതിന് എന്താ പറയാ? അലിഫ് സഗീറ, അലിഫ് സഗീർ, കുഞ്ഞി അലിഫ്, അലിഫ് സഗീറ. ഓക്കെ, അത് പിന്നീട് വന്നതായതുകൊണ്ടാണ് അത് വേറൊരു രൂപത്തില് സഗീറയായിട്ട് കാണിക്കുന്നത്. അലിഫ്. ഓക്കെ, അപ്പൊ ഈ അലിഫിന്റെ മുകളിൽ ഒരു മദ് ഉണ്ട്. അവിടെ അലിഫിന്റെ മുകളിൽ ഒരു അസാധാരണ മദ്ദിന്റെ ചിഹ്നം ഉണ്ട്. അതിന്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ വലിയ മദ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. വലിയ മദ്ദിനെ നമ്മൾ എങ്ങനെയാണോ പറയുക അതേപോലെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഹംസയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൗണ്ട് മസ്റ്റ് ആയിട്ട് നീട്ടണം. ഉലായിക്കയില് ലാമിനൊരു ഫതയുണ്ട്, കഴിഞ്ഞിട്ടൊരു അലിഫ് മദ് ഉണ്ട്. സഗീർ ആയാലും കുഴപ്പമില്ല, കബീർ ആയാലും കുഴപ്പമില്ല. മദ് വന്നാൽ എന്ത് ചെയ്യുക? മദ് വന്നിട്ട് ഹംസയും കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ നീട്ടിയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുക. 4 കൗണ്ട് മദ്ദുൽ മുൻഫസിലാണ്. 4 കൗണ്ട് നീട്ടിയിട്ട് അതിനെ പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, വാവ് പ്രൊനൗൺസ് ചെയ്യില്ല. ഊ പറയുള്ളൂ. ഊ പറയൂല. അത് നീട്ടാനുള്ള വാവല്ല, മദ്ദല്ല. ഓക്കെ, ഓക്കെ, ഉലായിക്ക, ഉലായിക്ക. ഓക്കെ, ഉലായിക്ക. ഈ ഹംസത്തുൽ വസ്ലിനെ പ്രൊനൗൺസ് ചെയ്യൂല. കാരണം ഈ ഉലായിക്ക കഴിഞ്ഞിട്ട് കാഫ് കഴിഞ്ഞിട്ട് അല്ലദീനയിലോട്ട് അങ്ങ് പോകും. ഉലായിക്കല്ലദീന, ഉലായിക്കല്ലദീന നമ്മള് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലല്ലേ? നമ്മൾ പറയാട്ടോ. ഉലായിക്കല്ലദീന, ലദീന. ഇവിടെയുണ്ട് ഒരു ഹംസത്തുൽ വസ്ല്. ഇതിനെയും പ്രൊനൗൺസ് ചെയ്യൂല. ഇവിടെ ഞാൻ പറഞ്ഞുതരാം അർക്കത്ത് എങ്ങനെ വരും എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഫത്തയല്ല വരിക, ഇവിടെ ഫത്തയാണ് വരിക. ഇവിടെ പിന്നെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫത്തയാണ് വരിക. പക്ഷെ ഇവിടെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫത്തയല്ല വരിക. ഓക്കെ, അല്ലദീന, നൂനിന് ഫത്തയ കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോരും? ഷീനിന്റെ
സുക്കൂനിലോട്ട് പോരും. ഇതിനെ രണ്ട് വാക്കിന്റെ ഇടകിലായതുകൊണ്ട് ഇതിനെന്ത് ചെയ്യല, പ്രൊനൗൺസ് ചെയ്യൂല. ഓക്കെ, നൂന് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട്, ഇത് രണ്ടും ഒരു കണ്ടിന്യൂഷൻ ആണല്ലോ അല്ലെ. ഈ വാക്ക് കഴിഞ്ഞിട്ട് ഈ ആടെ കണ്ടിന്യൂഷൻ ആണ്. കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ഇതിനെന്ത് ചെയ്യല, പ്രൊനൗൺസ് ചെയ്യല. വാക്കുകൾക്കിടയിലുള്ളത് പ്രൊനൗൺസ് ചെയ്യൂല. ഓക്കെ, ഇസ്തറവു ഉലൈകല്ലദീന നസ്തറവു നസ്തറവുദ്ദലാലത ഇതിനെ പ്രൊനൗൺസ് ചെയ്യൂല. ളലാലത ബിൽഹുദ. ഓക്കെ, ബിൽഹുദ. ഇവിടെ ഒന്നും വേറെ നിയമങ്ങളൊന്നുമില്ല. ഈ ബാക്കൊരു മദ് കാണിച്ചിട്ട് അതിന്റെ മുകളില് അബ്ദുൽ വസ്ലുണ്ട്, അതിനെയും പ്രൊനൗൺസ് ചെയ്യൂല. കാരണം അത് രണ്ട് വാക്കാണ്. ബി വേറെയാണ്, അൽ ഹുദ വേറെയാണ്. ബി വേറെയാണ്, അൽ ഹുദ. ഇപ്പൊ സുക്കൂനുള്ള വാക്കുകൾ എവിടെ വന്നാലും എന്ന് പറഞ്ഞാല് സ്റ്റാർട്ടിങ് സുക്കൂനുള്ള വാക്കുകൾ വരുമ്പോഴാണ് ഈ ഹംസത്തുൽ വസ്ല് വരിക. ഓക്കെ, അഥവാ അവിടെ പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ അത് ഹർക്കത്തിട്ടിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബിൽ ഹുദ ഫമ റബിഹത് തിജാറത്തുഹും. ഇവിടെ ഈ താ ഉണ്ടല്ലോ, താക്ക് ഹർക്കത്തില്ല. കാരണം എന്താ വെച്ചാല് രണ്ട് തായാണ്, രണ്ട് താ അടുപ്പിച്ച് വന്നതാണ്. ശരിക്കും ഇതിന്റെ ഹർക്കത്ത് സുക്കൂനാണ്, സുക്കൂനുള്ള തായാണ്. അത് കഴിഞ്ഞിട്ട് വന്നത് കെസ്റയുള്ള തായാണ്. ഇപ്പൊ രണ്ട് താ ഒരുമിച്ച് വന്നത് കൊണ്ട് രണ്ട് ലെറ്റർ, ഒരേ ലെറ്റർ രണ്ട് ഒരുമിച്ച് വരികയും ആദ്യത്തെ ലെറ്ററിനെ സുക്കൂൻ ഇടുകയും ചെയ്താൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുക. അതൊരു ഇദ്ഗാമാണ്. ഓക്കെ, റബിയ തിജാറത്തുഹും. ഇവിടെ താ പറയൂല, തീ അല്ല പറയാ, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തീ. ഓക്കെ, ഹാ കഴിഞ്ഞിട്ട് തീ. തിജാറത്തുഹും. ഇവിടെയുണ്ട് ഒരു അലിഫ് സഗീറ, ജീമിന്റെ മുകളിൽ അതാ ഒരു അലിഫ് സഗീറ ഉണ്ട്. തിജാറത്തുഹും വമാ കാനൂ മുഹ്തദീൻ. തജ്വീദിന്റെ നിയമങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും അല്ലെ. ഇവിടെ ഇനി ഹംസത്തുൽ വസ്ലിന്റെ റൂള് പറയാം. ഓക്കെ, നമ്മള് നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഹംസത്തുൽ വസ്ലിന് ശേഷം ലാമ് വന്നാൽ ഹംസത്തുൽ വസ്ല് ഫതഹയാണ്. ഇത് ഫതഹയാണ് വരിക. ഓക്കെ, ഇനി ഹംസത്തുൽ വസ്ലിന് ശേഷം ലാം അല്ലെങ്കിൽ, ലാമാണെങ്കിൽ പിന്നെ വേറെ നമ്മളൊന്നും നോക്കണ്ട. ഇനി ലാം അല്ലെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ലെറ്ററിനെ നോക്കണം, തൊട്ട് അടുത്തുള്ളതിനെ നോക്കൂല. ഇവിടെ ഷീനിനെ നോക്കൂല. എന്തിനാ നോക്കുക, തായയാ നോക്കുക. ഓക്കെ, ഈ തായെ നോക്കും. തായ്ക്ക് എന്ത് ഹർക്കത്താണ് നോക്കുക. അവിടെ താക്ക് ഫതഹയാണുള്ളത്. ഫതഹയാണെങ്കിൽ കെസ്റയാണെങ്കിലും ഹംസത്തുൽ വസ്ലിന് എന്ത് ചെയ്യും, കെസ്റ വരും. ഇതിവിടെ കെസ്റ വരിക. കാരണം എന്താണ്, താക്ക് നമ്മളിപ്പോ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ലെറ്റർ ഹംസത്തുൽ വസ്ല് കഴിഞ്ഞ ഉടനെയുള്ള ലെറ്ററിനാണ് ആദ്യം നോക്കുക. ഓക്കെ, അത് ലാമാണെങ്കിൽ പിന്നെ വേറെ നമ്മളൊന്നും നോക്കണ്ട, അതിനങ്ങ് ഫതഹ കൊടുക്കും. ഹംസത്തുൽ വസ്ലിന് ഫതഹ കൊടുക്കും. നമ്മൾ നേരത്തെ അള്ളാഹു എന്നുള്ളതിന് അവിടെ ഫതഹയാണ് കൊടുത്തത്. ഇനി ലാമല്ല, തൊട്ടടുത്ത് ഹംസത്തുൽ വസ്ലിന് ശേഷമുള്ളത് ലാമല്ലെങ്കിൽ നമ്മൾ മൂന്നാമത്തെ അക്ഷരത്തിന് നോക്കണം. ഇപ്പൊ ഇവിടെ മൂന്നാമത്തെ അക്ഷരം തായാണ്. അതിന് ഫതഹയാണെങ്കിൽ കെസ്റയാണെങ്കിൽ ഹംസത്തുൽ വസ്ല് കെസ്റയായിരിക്കും. അപ്പൊ ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇഷ്തറവു എന്നാ പറയാ, ഇഷ്തറവു. ഓക്കെ, ഈ വേർഡ് നിന്നാണ് നമ്മൾ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെന്താ ഇടുക, ഇഷ്തറവു ദലാലത്താണ് പറയുക. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുക. ഇനി ഇവിടെ ദമ്മയാണ് നിൽക്കുക. മൂന്നാമത്തെ അക്ഷരത്തിന് ദമ്മയാണെങ്കിൽ ഹംസത്തുൽ വസ്ല് ദമ്മയായിരിക്കും. അപ്പൊ ഫതഹ ഇവിടെ കൊടുത്തു. ഫതഹ എന്തിനു കൊടുത്തു, ലാമിന് കൊടുത്തു. ഇനി ഫതഹ കൊടുക്കാനില്ല. ഇനി എന്തൊക്കെയാ ഉള്ളത്, കെസ്റയും ലമ്മയും ഉള്ളത്. കെസ്റയും ലമ്മയും കൊടുക്കുന്നത് മൂന്നാമത്തെ അക്ഷരത്തിന് നോക്കിയിട്ടാണ്. മൂന്നാമത്തെ അക്ഷരത്തിന് ഫതഹ ആയാലും കെസ്റ ആയാലും ഇവിടെ കെസ്റ ആയിരിക്കും. കാരണം ഫതഹ ഇവിടെ കൊടുത്തല്ലോ, നമ്മൾ ലാമിന് കൊടുത്തില്ലേ. പിന്നെ ഉള്ളത് കെസ്റയും ലമ്മയാണ്. അപ്പൊ ഫതഹയും കെസ്റയാണ് മൂന്നാമത്തെ അക്ഷരത്തിന് എങ്കിൽ ഹംസത്തുൽ വസ്ലിന് കെസ്റ ആയിരിക്കും. ഇനി ഇവിടെ തൂ ആണെങ്കിൽ ഹംസത്തുൽ വസ്ല് തൂ ആയിരിക്കും. തൂ. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുക. ഇനിയും കേസ് വരുമ്പോൾ നമ്മൾ പഠിച്ചോളൂ കേട്ടോ.
ഫസ്റ്റ് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. എന്നാലും ഇനി പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളങ്ങ് പഠിക്കും. ഇവിടെ നോക്ക്, ഇവിടെ അംസത്തുൽ വസ്ല് ഇതിപ്പോ വാക്കുകൾക്കിടയിലായതുകൊണ്ട് നമ്മളതിന് പ്രൊനൗൺസ് ചെയ്യൂല. ഇനി അഥവാ പ്രൊനൗൺസ് ചെയ്താൽ ഇതിന് ആയാണ് ആകുക. അബ്ബലാല, അബ്ബലാല, അബ്ബലാലത്ത. ഓക്കെ, കാരണം അവിടെ ഹംസത്തുൽ വസ്ല് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ലാമാണ്. ഓക്കെ, ഇത് വാദിന രണ്ട് വാദാണ്. ഒന്ന് സുക്കൂനുള്ളതാണ്, ഒന്ന് ഫതഹയുള്ളതാണ്. ഓക്കെ, അപ്പൊ രണ്ടും കൂടി വന്നത് കൊണ്ടാണ് ശ്രദ്ധ വന്നത്. അബ്ബോ. ഓക്കെ, ഇവിടെ വേറൊരു കാര്യമുള്ള എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ലാമ് കണ്ടില്ലേ? വാക്കുകൾക്ക് തുടക്കത്തില് രണ്ട് തരം ലാമ് ഉണ്ടാവും. ഒന്ന് സുക്കൂനിന്റെ ചിഹ്നമുള്ള ലാമ് അല്ലെ? നമ്മൾ സുക്കൂന് പറഞ്ഞ എങ്ങനെയായിരുന്നു? ഇങ്ങനല്ലേ? സുക്കൂനിന്റെ ചിഹ്നമുള്ള ലാമ്. രണ്ടാമത്തേത് സുക്കൂനിന്റെ ചിഹ്നമില്ലാത്ത ലാമ്. ഓക്കെ, ഈ ലാമുകളെ പറയുന്നത് ലാമുൽ ഖമരിയ എന്നാ പറയുക. ഖമരിയ ലാമാണ് ഇത്, ഷംസിയ ലാമാണ്. എന്ന് പറഞ്ഞാല് ഈ ലാമ് കഴിഞ്ഞിട്ടുള്ള ലെറ്ററിനനുസരിച്ചാണ് ലാമിന് എന്ത് വരിക? ഈ ചിഹ്നം വരിക. ഇവിടെ വലാല എന്നുള്ളത് ഷംസിയ ലെറ്റർ, വാദ് ഷംസിയ ലെറ്ററിലായത് കൊണ്ടാണ് ഇതിനെന്ത് വരാത്തത്? ഇവിടെ ലാമിന് സുക്കൂന്റെ ചിഹ്നം ഇല്ലാത്തത്. അപ്പൊ ഈ സുക്കൂനിന്റെ ചിഹ്നം ഇല്ലാത്ത ലാമിന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യല. ഇവിടെ നോക്ക്, ബിൽ, ബിൽ. ഇത് സെയിം ലാമാണ്, ഇതും സെയിം ലാമാണ്. പക്ഷെ ഇതെന്താണ്? ഇത് ഖമരിയ ലാമാണ്. ഖമരിയ ലാമിൽ എന്തുണ്ടാവും? ഖമരിയ ലെറ്റർ ആയത് കൊണ്ടാണ് ലാമിന് സുക്കൂന് വന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ബിൽ, ഇവിടെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യും ബിൽ, ബിൽ ഹുദ പറയും. ഇവിടെ എന്താ പറയാ? അബ്ബലാല, അബ്ബോ. ഇവിടെ ലാമിന് പറയൂല. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. അപ്പൊ രണ്ടു തരം ലാമുകള് ഈ വേർഡിന്റെ തുടക്കത്തിൽ രണ്ടു തരം ലാമുകൾ ഉണ്ടാവും. ലാമുൽ ഷംസിയെ, ലാമുൽ ഖമരിയെ. നമുക്ക് പ്രൊനൗൺസ് പാരായണം ചെയ്യുന്ന സമയത്ത് പ്രശ്നമല്ല. പ്രൊനൗൺസ് ചെയ്യേണ്ടതാണെങ്കിൽ അതിൽ സുക്കൂനിന്റെ ചിഹ്നം ഉണ്ടാവും. സുക്കൂനിന്റെ ചിഹ്നം ഇല്ലാത്തത് നമ്മൾ എന്ത് പ്രൊനൗൺസും ചെയ്യണ്ട, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സുക്കൂനിന്റെ ചിഹ്നം ഉണ്ടെങ്കിൽ അത് ഉച്ചരിക്കേണ്ടതാണ്, ഖമരിയാണ്. സുക്കൂന്റെ ചിഹ്നം ഇല്ലാത്തതാണെങ്കിൽ അത് ഷംസിയാണ്, ഉച്ചരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ ഉലായിക്ക, ആ കൂട്ടർ, അവരെന്താണ്? ഈ മുനാഫിക്കുകളെ പറ്റി പറയാണല്ലോ. മുനാഫിക്കുകളെ സ്വഭാവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു സ്വഭാവമാണെന്ത്? അവര് അല്ലദീന, യാതൊരു കൂട്ടരാണ്. ഇത് ഇസ്മുൽ മൗസൂൽ എന്ന് പറയും. ഈ ഉലായിക്കയെ നെക്സ്റ്റ് വാക്കുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സംഭവമാണിത്. ഇസ്മ, അങ്ങനെയുള്ള ഒരു ഇസ്മാണിത്. ഇസ്മുൽ മൗസൂൽ, ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അല്ലെ? കണക്ട് ചെയ്യാൻ വേണ്ടി, യോജിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു അല്ലദീന, അല്ലദീന, ഉലായിക്ക അല്ലദീന. ഒരു യാതൊരു കൂട്ടരാണ്. അവരുടെ പ്രത്യേകത എന്താണ്? ഇസ്തറൗ ദലാലത്ത. ഇസ്തറൗ എന്ന് പറഞ്ഞാല് വിലക്ക് വാങ്ങുക, കച്ചവടം ചെയ്യുക. എന്താണ് അവർ കച്ചവടം ചെയ്യുന്നത്? അബ്ബലാല, അബ്ബലാല വാങ്ങും. എന്ത് കൊടുത്തിട്ട്? ബിൽ ഹുദ, ഹുദ കൊടുത്തിട്ട് അവര് എന്ത് വാങ്ങുന്നത്? അവര് ദലാലത്തിനെ വാങ്ങും. ഹുദ കൊടുത്തിട്ടാണ് അവരെന്ത് വാങ്ങുന്നത്? ദലാലത്തിനെ വാങ്ങുന്നത്. ഓക്കെ, ഫമാ റബിഹത് തിജാറത്തുഹും എന്ന് പറഞ്ഞാൽ അവരുടെ കച്ചവടത്തിന് ഒരു ലാഭവും ഇല്ല, ലാഭമില്ലാത്ത കച്ചവടമാണ്. കാരണം എന്താണ് കൊടുക്കുന്നത്? ഹുദ കൊടുത്തിട്ട്, നേർമാർഗത്തിനെ കൊടുത്തിട്ട് ദലാലത്തിനെ, ദുർമാർഗത്തിനെയാണ് അവര് വാങ്ങുന്നത്. അപ്പൊ അവരുടെ കച്ചവടത്തിൽ എന്തില്ല? ലാഭമൊന്നുമില്ല, തന്നെയുമല്ല നഷ്ടവുമാണ്. ഓക്കെ, വമാ കാനു മുഹ്തദീൻ. തിജാറത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടം, തിജാറ കച്ചവടം, തിജാറ കച്ചവടം, ഹും അവർ, രണ്ട് വാക്കാണത്. തിജാറത്തും വമാ കാനു മുഹ്തദീൻ. അവർക്ക് എന്ത് ചെയ്യില്ല? അവര് നേർമാർഗം പ്രാപിക്കുകയും ചെയ്യല. ഓക്കെ, അപ്പൊ ഒരു സാധനം കൊടുത്തിട്ട് വേറൊരു സാധനം വാങ്ങുകയാണ് ഇവിടെ അല്ലേ? പണ്ടൊക്കെ കച്ചവടം അങ്ങനെ ആയിരുന്നില്ലേ? ബാർട്ടർ സിസ്റ്റം അല്ലേ? സാധനം കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കില്ലായിരുന്നു. പണ്ടത്തെ കച്ചവടം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, സാധനം കൊടുത്ത് സാധനം വാങ്ങുക. ഇവിടെ കൊടുക്കുന്ന സാധനം എന്താണ്? ഉദയാണ്. ബി കഴിഞ്ഞിട്ടുള്ളതാണ് വില. ബി കഴിഞ്ഞിട്ടുള്ള, ഇവിടെ ബി ഇല്ലേ? ഈ ബി കഴിഞ്ഞിട്ടുള്ള
പിന്നെ നൗണിനാണ്, അതാണ് വില. ഇതെന്താണ് വാങ്ങുന്ന സാധനങ്ങൾ. എല്ലാ കച്ചവടത്തിനും അങ്ങനെ പറയുക. ബി കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൈസ് പറയുക. ഒരു സാധനം വാങ്ങുന്ന അതിന്റെ പ്രൈസ് പറയുക ബി കഴിഞ്ഞിട്ടാണ്, ബി വെച്ചിട്ടാണ് പ്രൈസ് പറയുക. ഓക്കെ ഓക്കെ. അപ്പോൾ അവർക്ക് ലാഭമല്ല, ലാഭവും നഷ്ടവും ഇല്ലാത്ത അവസ്ഥയല്ല, എന്താണ് നഷ്ടമുള്ള അവസ്ഥയാണ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. അത്രയും മതിയില്ലേ?